വിദ്യാർത്ഥിയുടെ മരണത്തിൽ വിവിധ വകുപ്പുകൾക്കെതിരെ ആരോപണവുമായി വിവിധ സംഘടനകളുടെ പ്രതിഷേധം. KSU, RYF പ്രവർത്തകർ നടത്തിയ മാർച്ചിൽ സംഘർഷം. യുവമോർച്ച പ്രവർത്തകരും സ്കൂളിലേക്ക് മാർച്ച് നടത്തി. വിദ്യാർത്ഥിയുടെ മരണത്തിൽ അന്വേഷണവും നടപടിയും ആവശ്യപ്പെട്ടാണ് RYF, KSU, യുവമോർച്ച പ്രവർത്തകർ തേവലക്കര ബോയ്സ് സ്കൂളിലേക്ക് മാർച്ച് നടത്തിയത്. പ്രവർത്തകരും പോലീസും തമ്മിൽ ഏറ്റുമുട്ടി. ഒടുവിൽ പ്രതിഷേധക്കാരെ പോലീസ് ബലം പ്രയോഗിച്ചാണ് അറസ്റ്റ് ചെയ്തു നീക്കിയത്. സ്കൂളിലേക്ക് ആദ്യം പ്രതിഷേധവുമായി എത്തിയത് RYF പ്രവർത്തകരാണ്. പോലീസ് ബാരിക്കേഡിന് മുകളിൽ കയറിയ പ്രതിഷേധക്കാർ പോലീസിനെതിരെയും സ്കൂൾ മാനേജ്മെന്റിനെതിരെയും മുദ്രാവാക്യം വിളിച്ചു. KSUവിന്റെ നേതൃത്വത്തിൽ സ്കൂളിലേക്ക് വിദ്യാർത്ഥി മാർച്ച് സംഘടിപ്പിച്ചു. ഇതും സംഘർഷത്തിൽ കലാശിച്ചു. KSU പ്രവർത്തകർ ബാരിക്കേഡുകൾ മറിച്ചിട്ടു. പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളും വാക്കേറ്റവും ഉണ്ടായി. ബലം പ്രയോഗിച്ചാണ് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു മാറ്റിയത്. യുവമോർച്ച പ്രവർത്തകരും സ്കൂളിലേക്ക് മാർച്ച് നടത്തി. സ്കൂൾ മാനേജ്മെന്റിനെതിരെ നടപടി ആവശ്യപ്പെട്ടായിരുന്നു യുവമോർച്ച പ്രവർത്തകർ മാർച്ച് നടത്തിയത്. വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്കെതിരെയും പ്രതിഷേധമുയർന്നു. കേവലം നിരുത്തരവാദപരമായിട്ടാണ് അവിടെ 11 ലൈൻ പിടിച്ചിരിക്കുന്നത്. നമ്മൾ കണ്ടതാണ്, എല്ലാവരും കണ്ടതാണ്. അവിടെ യാതൊരു പോസ്റ്റിന് സപ്പോർട്ടും ഇല്ലാതെ ആ ലൈൻ ഊഞ്ഞാല് പോലെ ആടിക്കൊണ്ടിരിക്കുകയാണ്. ആ പോസ്റ്റ്, ആ ലൈൻ അവിടെ കൊട്ടി വീണിരുന്നെങ്കിൽ അവിടെ എന്തുമാത്രം അപകടം സംഭവിക്കുമായിരുന്നു. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട.